മോശമായിട്ടുള്ള കമൻസുകൾ കണ്ടതുകൊണ്ട് മാത്രം അതൊന്ന് പറയാൻ വന്ന കേട്ടോ. എനിക്കൊരു കണ്ടൻറ്റ് കിട്ടി, ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് നേരിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കമൻസിലോട്ട് കിടക്കാം. നമ്മുടെ കമൻസ് ഞാൻ എടുത്തേക്കുന്നുണ്ടല്ലോ, എനിക്ക് കമൻസ് വളരെ കുറവാണേ. ഞാൻ എൻ്റേതൊക്കെ ഇഗ്നോർ ചെയ്യുന്നു. എനിക്ക് കുറേ ഇൻബോക്സിൽ കുറേ തെരയൊക്കെ കിട്ടി. അതൊക്കെ ഞാൻ മറന്നു. പക്ഷേ നമ്മുടെ മൂപ്പൻസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ചേട്ടൻ എല്ലായിടത്തും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ നിന്ന് കുറച്ച് കമൻറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊരു കമൻറ്റാണ്, എനിക്ക് അവരുടെ അവതരണ രീതി ഇഷ്ടമല്ല, ജെനുവിനാണെന്ന് തോന്നാറില്ല, എന്തോ അഭിനയം പോലെ തോന്നും. ഗൈസ്, സിനിമയിൽ പോലും ആൾക്കാർ അഭിനയിക്കുന്നു, ജീവിതത്തിൽ അഭിനയിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് ഈ ഒരു യൂട്യൂബർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അവർക്ക് അഭിനയിച്ചുകൂടാ? അടുത്ത കമൻറ്റ്, കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി സീച്ചേട്ടൻ അപ്പക്കുട്ടൻ ഈക്വൽ ടു കല്യാണിയുടെ ലോകം അതാണ്. അവക്കടെ ഫുഡും അതുപോലെ തന്നെ സീച്ചേട്ടനും അപ്പക്കുട്ടനും ഒക്കെയാണ് കല്യാണിയുടെ ലോകം. അതിലിപ്പോൾ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അടുത്തതാണ്, ആ ലേഡിയുടെ സംസാരം വളരെ ഇറിറ്റേറ്റഡ് ആണ്. അബദ്ധത്തിൽ ഒരു ഷോട്ട് കണ്ട് ഇറിറ്റേഷൻ കാരണം നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചു. അത്രയ്ക്ക് ബോറായ സംസാര രീതി ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. അവർക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഭയങ്കര ഫേക്ക് ക്യാരക്ടറാണ് അത്, പക്ഷേ കുറച്ച് പേർക്ക് അറിയുള്ളൂ. ഫുൾ കാട്ടിക്കോട്ടലാണ്. കുലസ്ത്രീയായി അഭിനയിച്ച വ്യൂ കോട്ടലാണ് മെയിൻ പരിപാടി. ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി? കമൻസ് വായിക്കാം കേട്ടോ. എനിക്ക് ആക്ച്വലി സമയമില്ല, പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കാണ് കമൻസ്. ഒരു കമൻറ്റ് നോക്കാം. അവർ ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് മുറ്റും ഇൻ്റർലോക്ക് ചെയ്ത് പുതിയ വണ്ടി വാങ്ങി, ഇനി അടുത്ത് അവരുടെ കിച്ചൺ പുതുക്കി പണിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നത്. അവരെന്തു വേണേ ചെയ്തോട്ടെ. സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കാണിച്ച് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് അവരുടെ കഴിവ്. പിന്നെ അവർക്ക് പ്രൈവസി പുറത്ത് കാണിച്ച് അവരുടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കണ്ടൻ്റ് ആക്കാം. പക്ഷേ ഈ ചേച്ചി അങ്ങനെയൊന്നും ഇടുന്നില്ല. ചേച്ചി ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അവർ പ്രൊമോഷൻ ചെയ്തോ യൂട്യൂബിൽ മീൻ വെട്ടിയിട്ട് കാശുണ്ടാക്കിയിട്ടോ വീഡിയോ ഇട്ട് കാശുണ്ടാക്കിയിട്ടോ അവരെന്ത് വേണേൽ ചെയ്യട്ടെ. അതിനിപ്പോൾ നിങ്ങൾ ഈ വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരാൾ നന്നാകുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര അസൂയാണ്. അതുള്ള കാര്യമാട്ടോ. ചേച്ചിക്ക് പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടി, മില്യൺ ഫോളോവേഴ്സായി. അപ്പോൾ അതൊന്നും കണ്ടിട്ട് ഇവിടെ ആൾക്കാർക്ക് ചൊറിഞ്ഞിട്ടിരിക്കാൻ വയ്യാന്ന് തോന്നുന്നത്. പുള്ളിക്കാരുടെ കഴിവുകൊണ്ട് പുള്ളിക്കാരി കയറിപ്പോയതാണ്. മീൻ വെട്ടിക്കൊണ്ടിരുന്ന പുള്ളിക്കാരി ഇത്രയും ഈ ലെവലെത്തണമെങ്കിൽ പുള്ളിക്കാരി നല്ലപോലെ അധ്വാനിച്ചിട്ട് തന്നെ എത്തിയത്. വെറുതെ ഒന്നും പോയിട്ട് വീഡിയോ ഇട്ട് റീച്ചായി കയറിയ ആളല്ല. പിന്നെ അടുത്തത്, ഇവരെ ഒന്നും ഇങ്ങനെ അയച്ചു വിട്ടാൽ ശരിയാവില്ല, പൊതുജനം പ്രതികരിക്കണം. തൻസിം ഹെന്ന എന്ന് പറഞ്ഞ ചേച്ചിയാണോ ചേട്ടനാണെന്ന് എനിക്ക് അറിയത്തില്ല, പെണ്ണാന്ന് തോന്നുന്നുണ്ട്. ചേച്ചി നമ്മുടെ ഗോവിന്ദസ്വാമി ജയിലിൽ അടിയത് കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അതെന്താണ്, ആരുടെ പിടിപ്പുകാരാണ്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായേനെ. അടുത്തത്, ഞാൻ പണ്ടേ കൊച്ചിൻ്റെ വീഡിയോ 1-2 കണ്ടിട്ടുണ്ട്. കുലസ്ത്രീയാണ്. രാവിലെ 4 മണിക്ക് കണ്ണും തിരുമ്മി ക്യാമറ നോക്കുന്ന കുലസ്ത്രീ. വാട്ട് യു മീൻ ബൈ കുലസ്ത്രീ? 4 മണിക്ക് എഴുന്നേറ്റ് കണ്ണ് തിരുമുന്ന ആളാണോ കുലസ്ത്രീ? എനിക്ക് ആക്ച്വലി അറിയില്ല. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് കുലസ്ത്രീ എന്താണ്, കുലസ്ത്രീയാണെന്ന് പറയുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, വീട്ടിലെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒക്കെ നോക്കി അവർക്ക് നല്ല രീതിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരെ നല്ല രീതിക്ക് നോക്കുന്ന ആൾക്കാരാണോ കുലസ്ത്രീ? അടുത്ത് എനിക്ക് വന്നൊരു കമൻറ്റാണ്, വെളുപ്പിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ നടക്കില്ല, കുട്ടി മനുഷ്യരെ പറഞ്ഞ് പറ്റിക്കുന്ന ഇയാൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഹരമായിരിക്കാം, ഇതും പ്രൊമോഷനാണോ? ഞങ്ങളൊക്കെ വീട്ടിലുള്ളവരെ നന്നായി നോക്കുന്നവരാണ്, ഇയാൾ ഇരുന്ന് ആലോചിച്ചാൽ മതി, നിങ്ങളാണോ യൂട്യൂബർ ക്യാഷ് വാങ്ങി മനുഷ്യനെ പറ്റിക്കാൻ നിൽക്കേണ്ട, വല്ലാതെ വെളുപ്പിക്കേണ്ട, കാണുന്നവർ മന്ദബുദ്ധികളല്ലാന്ന് ഓർക്കുക. ഒരാഴ്ച ഒരു ക്രീം നാണമില്ല സ്ത്രീ അവരെ വെളുപ്പിക്കാൻ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു യൂട്യൂബർ അല്ല, യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ അവരെ വെളുപ്പിക്കാൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി വെളുത്തിട്ടായിരിക്കുന്നത്, ഞാൻ തന്നെയാണ് അവരെ വെളുപ്പിക്കുന്നത്. എനിക്ക് എന്നെ സ്വന്തമായിട്ട് വെളുപ്പിച്ചാൽ പോരെ. അടുത്തത്, ഞങ്ങൾ മന്ദബുദ്ധികളല്ല, ഞങ്ങൾ വീട്ടുകാരെ നന്നായിട്ടാണ് നോക്കുന്നത്. വീട്ടുകാരെ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വക പ്രൊഡക്റ്റ് ഒന്നും മേടിച്ച് വീട്ടുകാർക്ക് കൊടുക്കേണ്ടതല്ല, നല്ല സാധനങ്ങൾ മേടിച്ച് വീട്ടുകാർക്ക് കൊടുക്കുക. പിന്നെ ഓരോ ആഴ്ച ഓരോ ക്രീം യൂസ് ചെയ്യുന്നു. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് സൗദിക്ക് കയറാൻ നേരത്ത്, ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, സൗദിയിലോട്ട് വരാൻ നേരത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വിചാരിച്ച് അത്യാവശ്യം സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ പല ബ്രാൻഡിൻ്റെ പല സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കണ്ടിന്യൂസ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ മടുക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഒന്ന് മാറി വേറൊരു സൺസ്ക്രീൻ ഇട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ വേറൊരു മോയ്സ്ചറൈസർ ഇട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നതാണ്. ഞാൻ പല സാധനങ്ങൾ മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ ഇന്നൊരു സെൻറ്റായിട്ടൊരു മോയ്സ്ചറൈസർ കിട്ടിയാൽ ഞാൻ അത് അപ്ലൈ ചെയ്യും, നാളെ വേറൊരെണ്ണം ഇട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്ലൈ ചെയ്യും. അപ്പം അതൊക്കെ പല സാധനങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് വ്ളോഗറാണത് കാണിക്കാത്തത്? ജെനുവിനായിട്ടുള്ള കറക്റ്റായിട്ട് ഒരു തെറ്റും ഇല്ലാതെ ബ്ലോഗ് ചെയ്യുന്ന ഒരാളെ മെൻഷൻ ചെയ്യാമോ ഇതിനടിയിൽ? പെയ്ഡ് പ്രൊമോഷനൊന്നും ഇല്ലാതെ കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ
ബയോയിൽ നോ പെയ്ഡ് പ്രൊമോഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണിക്കുന്നവരോട് നല്ലത്, അവർ പ്രൊമോഷൻ ചെയ്യാതിരിക്കട്ടെ. പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഈ ഒരു സാധനം നമ്മൾ കറക്റ്റാக മേടിച്ച് യൂസ് ചെയ്യണമെന്നല്ല അവർ പറയുന്നത്. ഈ ചേച്ചി ആരെ നിർബന്ധിച്ചിട്ടില്ല ആക്ച്വലി സാധനം മേടിച്ച് നിങ്ങൾ മോസ്റ്റായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സാണ് അത് മേടിക്കണോ യൂസ് ചെയ്യണോ എന്നുള്ളത്. പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ കാര്യം പറയാനുണ്ട്, പക്ഷെ ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരു വെളുക്കണ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി അതിൻ്റെ അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. ഇത് മേടിക്കാനും അത് മേടിച്ച് യൂസ് ചെയ്യാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്ര റിവ്യൂസ് വരില്ലല്ലോ. മേ ബി അത് വെളുക്കുന്നുണ്ടാവും, പക്ഷെ അതിനൊരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ഈ പറയുന്ന കിഡ്നി അടിച്ചു പോകുന്ന പരിപാടിയും പ്രശ്നങ്ങളും ഒക്കെ പല 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 പ്രൊഡക്ട്സിനുണ്ട്. അതിൻ്റെ കണ്ടൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ പുറമേ മേടിച്ച് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾക്കൊരു ലിമിറ്റുണ്ട്. നമ്മളെ വെളുപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ അങ്ങ് വെളുത്ത് പാറാനുമായിട്ട് ഒരു ലിമിറ്റുണ്ട്. നമ്മൾ എന്താണോ നമ്മുടെ ഇൻസൈഡ്, എനിക്ക് എൻ്റെ ലൈഫ് കൊണ്ട് മനസ്സിലായത് എൻ്റെ സ്കിൻ അത്ര പെർഫെക്റ്റ് സ്കിന്നൊന്നുമല്ല, എന്നാൽ വെളുത്തതും അല്ല അത്ര കറുത്തിട്ടുമല്ല. എൻ്റെ ഒരു ഇരുനിറമുള്ള സ്കിന്നാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഓപ്പൺ പോസും പിമ്പിൾ ഡാർക്ക് സ്പോട്ടും എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ സ്കിൻ എപ്പോഴും ഒരുപോലെയല്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്, അതായത് ഓയിലി ഫുഡൊന്നുമില്ല, ഫ്രൈഡ് ഐറ്റംസ് ഇല്ല, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല, വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിയും. ഹെൽത്തി മീൻസ് ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട്, ഒത്തിരി സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം ഫ്രൂട്ട്സ് കഴിക്കുന്നത്, വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ അതേസമയം ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാൽ നല്ല ഡയറ്റും ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ നന്നായിട്ട് വരാറുണ്ട്. പക്ഷേ എന്നാൽ ഞാനിത് സ്കിൻ കെയർ മാത്രം ചെയ്യുന്നു, എന്നും വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നു, ഓയിലി ഫുഡ്സ് കഴിക്കുന്നു, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ദിവസം എൻ്റെ സ്കിന്ന് മഹാമോശമാണ്. അതുപോലെ തന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ചും സ്കിന്ന് ചേഞ്ച് ആകാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാകേണ്ടത്? ഒരു പ്രൊഡക്റ്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർ പറയുന്ന പോലെ, ഇപ്പോൾ ഒരു കമ്പനി പറയുന്ന പോലെ ഈ പ്രൊഡക്റ്റ് തേച്ചാൽ നിങ്ങൾ വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു ഇതിലും തോന്നുന്നില്ല. മെലാക്കെയർ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടോ? മെലാക്കെയർ എന്ന് പറയുന്നത് ശരിക്കും വെളുക്കുന്ന ഒരു ക്രീമാണ്. ആ ക്രീം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൊച്ചു ആ ക്രീം യൂസ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് തേച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് നമ്മളങ്ങ് വെളുക്കുക. ഈ ക്രീം യൂസ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് വെളുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും. പക്ഷെ വൺസ് ആ ക്രീം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ആക്ച്വലി മെലാക്കെയർ എന്ന് പറഞ്ഞ സാധനം, ഇത് നിർത്തി കഴിയുമ്പോഴേക്കും നമുക്ക് വെയിലത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഈ സ്കിന്ന് ഫുള്ള് ചുമന്ന്, നമ്മൾ വിചാരിക്കും വെളുത്ത് ചുമന്ന് തൊടുത്ത് തന്നു, പക്ഷേ ഈ സ്കിന്നിൻ്റെ ആ ഒരു കട്ടി നഷ്ടപ്പെട്ട് അതിനകത്തെ ചെറിയ ചെറിയ വെയിൻസ് പോലത്തെ ഇതൊക്കെ വിസിബിളായിട്ടിരിക്കുന്ന കാണണം. നശിച്ചു ശരിക്കും. സ്കിന്ന്, ഹെൽത്തി സ്കിന്നെന്ന് പറഞ്ഞ സാധനം നശിച്ചു. അപ്പോൾ ഇതാണ് വെളുക്കുന്ന. നമുക്ക് ഒരു സാധനം ഗുണമുണ്ടെങ്കിൽ അതിന് ദോഷം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ് ഈ വെളുക്കണ ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം ഒരു വെളുക്കണ പ്രൊഡക്റ്റ് അല്ല, UV റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പം ചേച്ചി പ്രൊമോട്ട് ചെയ്തത് നല്ലത് എന്നല്ല ഞാൻ പറയുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് ഹിമാലയ പ്രൊഡക്റ്റ്. ഈ ഒരു സൺസ്ക്രീനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഹിമാലയൻ്റെ ബോഡി ലോഷൻസും കാര്യങ്ങളൊക്കെ നമ്മളും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്പനി ഒരു പൊട്ട കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. അപ്പോൾ ഇതുപോലത്തെ യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാമിൽ ഫേക്കായിട്ട് കൊടുക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് നിങ്ങൾ ആക്രമിക്കുക. ഒരാളെ തന്നെ ഇടുമ്പോൾ നമുക്ക് കണ്ടെടുക്കുമ്പം സഹിക്കുന്നില്ല. ഇതുപോലത്തെ ഈ കമൻസൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. ചേച്ചിക്ക് ഒരു നെഗറ്റീവും ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു തെറ്റ് ആർക്കും പറ്റും. ഇതിൽ തെറ്റ് പറ്റാതെ ആൾക്കാർ കിടന്ന് കമൻറ്റ് ഇടട്ടെ. നമ്മുടെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ റിയാക്ഷൻ വീഡിയോ, ഈ ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് റീച്ച് കൂട്ടുന്ന ആൾക്കാരാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം ഈ പുള്ളിക്കാരിനെ ഇങ്ങനെയുള്ളവർക്കെതിരെ കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരും വീട്ടുകാരെയും കൊച്ചിനെയൊക്കെ ചീത്ത പറയുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് ചിന്തിക്കുക, നിങ്ങളിൽ ആരാണ് തെറ്റ് ചെയ്യാത്തുള്ളത്. ഇപ്പോൾ ഇവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു മോശമായ പരിപാടിയല്ലേ. നമുക്ക് അവർ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങൾ ലോകത്ത് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോവുക.
ബ്യൂട്ടി പ്രൊഡക്ട്സിനെയും പ്രൊമോഷൻസിനെയും നമ്മുടെ കല്യാണ ചേച്ചിനെയും പറ്റി എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുള്ളായി, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിലും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടേര്. സോ ഒരു ബെറ്റർ ഇൻഫർമേഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ ലിസണിങ് മീ കെയർഫുള്ളി.